നമസ്കാരം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോട് അത്ര വലിയ പ്രീതിയോ പ്രിയമോ ഒന്നുമില്ല എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗത്തിന്. പലർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഒരു ന്യൂനപക്ഷത്തിന്, ഭൂരിപക്ഷത്തിനും അദ്ദേഹത്തോട് വലിയ പ്രിയമോ പ്രീതിയോ ഇല്ല. അതവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഏകാധിപതിയാണ്, സ്വേച്ഛാധിപതിയാണ്, മുസ്ലിങ്ങളെ കൊന്നു, ഗർഭിണി ഭ്രൂണം ശൂലം തുടങ്ങിയ വാദങ്ങൾ ഉയർത്തിയാണ്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാജ്യാന്തര സന്ദർശനങ്ങളെ അപമാനിക്കുവാനും അവർ ശ്രമിക്കാറുണ്ട്. ഒരു അവാർഡ് നൽകിയാൽ, അവാർഡ് ഉയർത്തി കാണിച്ചാൽ ഓടി വരുമെന്നുള്ള രീതിയിൽ ദ ഗാർഡിയൻ എന്ന മഞ്ഞപ്പത്രം ഈ അടുത്തിടയ്ക്ക് ഒരു തലക്കെട്ടിറക്കി. ഇപ്പോൾ ന്യൂസിലൻഡിൻ്റെ അദ്ദേഹം ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ന്യൂസിലൻഡ് 3 രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുന്ന ഈ ഒരു ത്രിരാഷ്ട്ര സന്ദർശന പരിപാടിയിൽ 40 മണിക്കൂർ നീളുന്ന നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനത്തിൻ്റെ സമയത്ത് ഭാരതീയ സംഘം, അദ്ദേഹത്തോടൊപ്പമുള്ള സംഘം പ്രധാനമന്ത്രിയുടെ ഉറക്കത്തിൻ്റെ സാധ്യമായ സമയങ്ങളുടെ ഷെഡ്യൂൾ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നു. അതൊരു ആസൂത്രിതമായി ഇറക്കപ്പെട്ടൊരു റിപ്പോർട്ടാണ്. പക്ഷേ നരേന്ദ്രമോദി ന്യൂസിലൻഡിലെത്തി അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളും അതിൻ്റെ ഒരു കാലഘടനയും സമയഘടനയും എല്ലാം കൂടി ഒത്തുനോക്കിയപ്പോൾ ഈ ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ കള്ളക്കഥയാണ് എന്ന് തെളിയുവാൻ അധികം നേരമൊന്നും വേണ്ടി വന്നിട്ടില്ല. കാരണം വിശ്രമമില്ലാതെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് ന്യൂസിലൻഡിൽ ജനങ്ങളുടെ മനം കവർന്ന്, ഭരണാധികാരികളുടെ മനം കവർന്ന് നരേന്ദ്രമോദി പര്യടനം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ തന്നെ പലരും ഈ ആദ്യം പുറത്തു വന്ന വാർത്ത വിശ്വസിച്ച് ഇത് സത്യമാണെന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരണം ചെയ്ത മാധ്യമങ്ങളെല്ലാം അത് തിരുത്തി പറയുവാൻ നിർബന്ധിതരായി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അഭിനന്ദിക്കുവാനും അവരിപ്പോൾ ഉന്തും തള്ളുമാണ് എന്നാണ് ന്യൂസിലൻഡിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഒരു മാധ്യമത്തിൽ നിന്ന് വായിച്ചത് ഞാൻ ഓർക്കുന്നു. 40 ഡിഗ്രി ചൂട് തിളച്ച് മറിയുമ്പോൾ വിശ്രമമില്ലാതെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് പോകുന്നൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഉറക്കം എന്നുള്ള കാര്യം കാട്ടി ഇവർ അപമാനിക്കുവാൻ ശ്രമിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു? ഇതിലെ ഒരു കാര്യം കൂടിയുണ്ട്. ആ മാധ്യമത്തിൽ തന്നെ ഞാൻ വായിച്ചതാണ്. ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് കാൺപൂരിൽ അദ്ദേഹം ഒന്നൊരു കോണിപ്പടിയിലൊന്ന് വീഴുകയുണ്ടായി, കാലിടറി. ആ സംഭവത്തെ പോലും ഇത്തരത്തിൽ പ്രായ ആധിക്യത്തിൻ്റെ തളർച്ചയാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുവാൻ ആദ്യം ഈ മാധ്യമം ഈ വ്യാജ വാർത്ത പടച്ചുവിട്ട, ഇത്തരത്തിൽ ടൈം ഷെഡ്യൂൾ ആവശ്യപ്പെട്ടു ഇന്ത്യൻ സംഘം എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്ത പടച്ചുവിട്ട മാധ്യമം മടിച്ചില്ല. അതും ഞാൻ ഈ വാർത്ത സംബന്ധിച്ചുള്ള ഒരു മാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ ഒന്ന് കണ്ടതാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ഭരണകർത്താവാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഈ അടുത്തിടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തന്നെ നൽകിയിരുന്നു. എന്നെപ്പോലെ തന്നെയാണ്, ഉറങ്ങാറില്ല, 6 മണിക്ക് അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുമെന്ന് അമേരിക്കയിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള നയതന്ത്ര പ്രതിനിധിയോട് അദ്ദേഹം പറയുന്ന വീഡിയോ തത്വമൈ ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഈ റീൽസിൽ, ഇതിൻ്റെ യൂട്യൂബ് ഷോർട്സിൽ തത്വമൈ ന്യൂസിൽ നിങ്ങൾക്ക് ഇപ്പോഴും അത് കാണുവാൻ സാധിക്കും. ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നൊരു നേതാവ്, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടാകും. കാരണം ഹാർഡ് വർക്ക് ഈസ് നോട്ട് സ്മാർട്ട് വർക്ക് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഹാർഡായും സ്മാർട്ടായും ഒരേ സമയം വർക്ക് ചെയ്യുന്നൊരു നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. പിന്നെ ദ ഗാർഡിയൻ ആ മഞ്ഞപത്രത്തിനെ പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഒരു പുരസ്കാരം നൽകാമെന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലുന്നൊരു വ്യക്തിയാണോ നരേന്ദ്രമോദി എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ആ രാഷ്ട്രങ്ങളോട് ചോദിക്കുക. നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് കാശ് അങ്ങോട്ട് തരാം, നിങ്ങളെനിക്ക് നിങ്ങളുടെ പരമോന്നത പുരസ്കാരം തരൂ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നൊരു നേതാവാണോ നരേന്ദ്രമോദി? അങ്ങനെ കൊടുക്കുന്ന രാജ്യങ്ങളാണോ ഈ അദ്ദേഹത്തിന് അവിടുത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയിട്ടുള്ള രാജ്യങ്ങളെന്നും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന പ്രേക്ഷകരൊന്ന് ചിന്തിക്കുക. ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതെന്തായാലും രണ്ടിടത്തും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഇവിടെ ഏതെങ്കിലും ഒരിടത്തല്ലേ പറ്റുള്ളൂ. കാരണം ഈ ഇസ്രായേൽ പാലസ്തീൻ എന്നുള്ള 2 പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പ്രേക്ഷകർക്കറിയാം. ഒരാളെ പുരസ്കൃതനാക്കിയാൽ മറ്റേയാൾ ഈ പുരസ്കൃതനായ വ്യക്തിയെ അപമാനിക്കുവാനേ ശ്രമിക്കുകയുള്ളൂ. നരേന്ദ്രമോദി എന്ന നയതന്ത്രജ്ഞൻ്റെ, ഭരണകർത്താവിൻ്റെ കാര്യക്ഷമതയും ഒരു സമഭാവനയോടുകൂടി എല്ലാവരെയും കാണുന്ന, എന്നാൽ ഊഷ്മളമായ സൗഹൃദം സൂക്ഷിക്കേണ്ട രാജ്യങ്ങളെ അതേസമയം ചേർത്ത് പിടിക്കുന്ന ഒരു രാജതന്ത്രമുണ്ടല്ലോ, അത് അത്ര എളുപ്പത്തിൽ എതിരാളികൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കില്ല. അത്ര എളുപ്പത്തിൽ അതിനെ പരിഹാസം കൊണ്ട് ഇല്ലാതാക്കുവാനും സാധിക്കില്ല. അത്ര എളുപ്പത്തിൽ നല്ല പരിഹാസം കൊണ്ട് അതിനെ ഇല്ലാതാക്കുവാനേ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഒരു പോറൽ പോലും ആ കാര്യക്ഷമതയ്ക്ക് മേൽ വീഴ്ത്തുവാനും
ഈ മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുവാൻ മുതിരുന്നത്? അടിസ്ഥാനപരമായിട്ട് ഒന്ന്, ഉള്ളിലുള്ള അമർഷം, അപ്രീതി വെളിവാക്കുക. 2 എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാജ്യവിരുദ്ധർക്ക് ഇവിടെ ഇതെടുത്ത് കണ്ടില്ലേ, നമ്മുടെ മോദിജിയെ ഗാർഡിയൻ പത്രം പരിഹസിച്ചിരിക്കുന്നു. കാണൂ ഇങ്ങനെ പരിഹാസ്യര. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും കൃത്യമായിട്ട് പേര് പറഞ്ഞെഴുതിയിട്ടില്ലെങ്കിൽ പോലും ഈ പാമ്പാട്ടികളുടെ അല്ലെങ്കിൽ സ്നേക്ക് ചാമേഴ്സിൻ്റെ നാടാണ് ഭാരതം എന്നുള്ള രീതിയിൽ ഭാരതത്തെ അപമാനിച്ച് തുടരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു വിദേശ മാധ്യമങ്ങളിൽ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം മുതലാണ് അത്തരത്തിൽ ഭാരതത്തെ പരിഹസിച്ച കാർട്ടൂണുകളുടെ പേരിൽ മാപ്പ് ചോദിക്കുവാനെങ്കിലും ഇവർ മുതിർന്നത്. ഇപ്പോഴും പല ലോകരാഷ്ട്രങ്ങളും ഭാരതത്തെ ഒരു 3ാം ലോകരാഷ്ട്രമായിട്ടാണ് കാണുന്നത്, ഡൊണാൾഡ് ട്രംപ് ഒഴിച്ച്. ഡൊണാൾഡ് ട്രംപാണ് ആദ്യം അത് തിരുത്തി പറഞ്ഞത്. ഭാരതം ഒരു 3ാം ലോകരാഷ്ട്രമാണ് എന്ന് കരുതുന്നവർ വിഡ്ഢികളാണ്. ഭാരതം അതിവേഗം വളരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്, ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഭാരതത്തെ സൂക്ഷിക്കുക തന്നെ വേണം. ഭാരതത്തെയും സൂക്ഷിക്കണം, നരേന്ദ്രമോദിയും സൂക്ഷിക്കണം. ഈ കരച്ചിൽ നടത്തുന്നവർ കരച്ചിലുമായി മുന്നോട്ട് പോട്ടെ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന് വേണ്ടി അക്ഷീണം ഉറക്കമില്ലാതെ പണിയെടുത്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് ഭാരതീയർക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. പരിഹസിക്കുന്നവർ സ്വയം പരിഹാസ്യരാവുകയല്ലാതെ ഇക്കാര്യത്തിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പപ്പുവിൻ്റെ കാര്യം, അത് ഗ്രാമ്യമായിട്ടൊരു ഭാഷ നിങ്ങളുടെ അനുവാദത്തോടു കൂടി പറയുകയാണ്, അവനോട് പോയി പണി നോക്കാൻ പറ. അപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇത്ര മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. അപ്പം വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.